ജമാഅത്തെ ബന്ധം ചൂണ്ടിക്കാട്ടി UDF അധികാരത്തിൽ വന്നാൽ മാറാട് കലാപം ആവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച അതേ CPM മാറാട് കലാപത്തിന് നേതൃത്വം നൽകിയ LDFന്റെ പൊതുരൂപമായ SDPIയുടെ പിന്തുണ സ്വീകരിക്കുന്ന അതേ CPM. ഇതൊക്കെ അപലപനീയം മാത്രമല്ല അപഹാസ്യവുമാണെന്ന് ഓർക്കണം. ഇതിനു മുമ്പ് PDPയുമായി ഒരു സഖ്യമുണ്ടാക്കി മാദനിയെ മഹാത്മാവായി വാഴ്ത്തിയ അതേ CPM അവർ ആ പഴയ രാഷ്ട്രീയ തിരിച്ചടിയിൽ നിന്നും ഇനിയും പാഠം ഉൾക്കൊണ്ടിട്ടില്ല. അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് ജനപിന്തുണ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ CPM തങ്ങളെ ബാധിച്ച രാഷ്ട്രീയ വൈധവ്യമെന്ന ദോഷം മാറ്റാൻ വിധ്വംസക ശക്തികളുമായി സഹശയനം നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ പാർട്ടി അണികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എത്ര കാലം ഈ അണികൾ നിസ്സഹായരായി ഈ കാഴ്ച കണ്ടു നിൽക്കും? കാത്തിരുന്ന് കാണാമെന്നേ ഇവിടെ ഈ വിഷയത്തിൽ ഈ സമയം പറയാനുള്ളൂ. ഇത്തരം മതഭീകര സംഘടനകളുമായി രാഷ്ട്രീയ സഖ്യം ചേർന്നുകൊണ്ടാണ് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇത്തവണ നിയമസഭാ പോരിനിറങ്ങി തിരിച്ചത്. കേരളം അതറിയാൻ വൈകിയിരുന്നില്ല. തുടക്കത്തിലെ കേരളത്തിന് അറിയാമായിരുന്നു ഇതാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന അപകട രാഷ്ട്രീയമെന്ന്. പരാജയഭീതിയാണ് കാരണം, തോൽവി ഭയമാണ് കാരണം, ഇവരല്ലാതെ മറ്റാരുണ്ടെന്ന ആശങ്കയാണ്. ഇതൊക്കെ CPMന്റെ സമനില തെറ്റിച്ചു കളഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ച UDFന്റെ നടപടിയെ നഖശിഖാന്തം വിമർശിച്ചുകൊണ്ടിരുന്ന CPM അതേ CPM ഇതാ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി SDPIയുമായി ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യമായും പരസ്യമായും അവിശുദ്ധ സഖ്യവും അടവ് നയവും സ്വീകരിച്ച് തനിക്കാക്കി വിടക്കാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരുന്നത്. അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വീട്ടിൽ കാത്തു വച്ചോളൂ എന്ന് മുദ്രാവാക്യം വിളിച്ച് ഹിന്ദുക്കൾക്കുമൊപ്പം ക്രൈസ്തവർക്കുമെതിരെ വധഭീഷണി വരെ മുഴക്കിയ ഒരു സംഘടനയ്ക്ക് ഭീകര സ്വഭാവവും വർഗീയ നയവും ഉണ്ടോ എന്ന ചോദ്യത്തിന് അത് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരം പറയാൻ തൽക്കാലം ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു പാർട്ടി. അരിയാഹാരം കഴിക്കുന്ന സാമാന്യബോധമുള്ള എല്ലാവർക്കും അതിന് വ്യക്തമായൊരു ഉത്തരമുണ്ട്. അത് ഒരു വർഗീയ പാർട്ടി തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ട് ആയാലും SDPI ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും. 24ാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായി 2025 ജനുവരി 17 CPM കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച ആ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ SDPIയെ തീവ്രവാദ സംഘടന എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഒരു വർഷം തികഞ്ഞു കഴിഞ്ഞപ്പോൾ അതെല്ലാം കാറ്റിൽ പറന്നു. കിട്ടുന്ന വോട്ടെല്ലാം തത്രപ്പെടുന്ന CPMന്റെ ഗൂഢതന്ത്രങ്ങൾ നേമത്ത് മാത്രമല്ല കണ്ടത്, പല മണ്ഡലങ്ങളിലും CPMനെ അടിതെറ്റിയ ആ SDPI ജമാഅത്തെ ഇസ്ലാമി അനുനയ നയം അതിതാ വീണ്ടുമുണ്ട്. അതിനവർ കൂടെ കൂട്ടുന്നത് വിനാശകരം തന്നെയാണ്. ഓർക്കണം, 2018 ജൂലൈ 2 എറണാകുളത്തെ മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യുവിനെ ക്യാമ്പസ് ഫ്രണ്ടുകാർ കലാലയത്തിൽ വെച്ച് മൃഗീയമായി കൊലപ്പെടുത്തിയപ്പോൾ ആ കൊലയാളി സംഘടനയുടെ പേര് പോലും പരാമർശിക്കാതെ വർഗീയത തുലയട്ടെ എന്ന ചൂരെഴുത്തിൽ CPM എല്ലാം ഒതുക്കി, എല്ലാം മറന്നു. പക്ഷേ കേരളം അത് മറന്നില്ല. CPM ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോഴാണ് അഭിമന്യു കേസിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയത്. കേസിലെ രേഖകൾ കാണാതായി, പ്രതികളെ ഒന്നും പിടിച്ചില്ല. പ്രധാന പ്രതികൾ ഇന്നും കാണാമറയത്താണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള അഗ്നിശമന സേന നേരത്തെ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വാർത്തയായിരുന്നു. പക്ഷേ ഇന്നതൊരു വാർത്തയല്ല. SDPI ഒരു കിരാത സംഘടനയാണെന്ന് PFI നിരോധനത്തിന് തൊട്ട് മുമ്പ് സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം സർക്കാരിനും മുഖ്യമന്ത്രിക്കും റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നിട്ടും സർക്കാർ അനങ്ങിയില്ല. PFI ഹർത്താലിലുണ്ടായ ആക്രമണങ്ങളിൽ നഷ്ടപരിഹാര തുക അവരിൽ നിന്ന് ഈടാക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. സർക്കാർ മിണ്ടിയില്ല. എന്നിട്ട് അതേ കോടതിക്ക് തന്നെ വീണ്ടും ഇടപെടേണ്ടി വന്നു. ആഭ്യന്തര സെക്രട്ടറി വിളിച്ചു വരുത്തി വിശദീകരണം ആരായേണ്ടി വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്തും മരുമകൻ മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന ബേപ്പൂരും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ 104 മണ്ഡലങ്ങളിൽ ഓർക്കണം, SDPIയുടെ ഒരു സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. കാരണം അതിനുദാഹരണം നിയമമാണ്. നിയമം മോഡലാണ്, നിയമ മാതൃകയാണ് അവർ ഈ 104 മണ്ഡലങ്ങളിലും സ്വീകരിച്ചത്. നിയമമണ്ഡലത്തിൽ തങ്ങളുടെ വോട്ടുകൾ CPMന് SDPI സംസ്ഥാന പ്രസിഡന്റ് പരസ്യമായാണ് പ്രഖ്യാപിച്ചത്. 2 കൈയും നീട്ടിയാണ് ആ നിയമമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അത് സ്വീകരിച്ചത്. അതപ്പോൾ നിയമത്തെ മാത്രമല്ല, ഈ മറ്റു 103 മണ്ഡലങ്ങളിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ഇതൊരു വൈകാരികമായ വോട്ട് ഏറ്റുവാങ്ങലല്ല. നേരത്തെ തന്നെ ഇതിനുള്ള ഗൃഹപാഠം ചെയ്തു തുടങ്ങിയിരുന്നു. SDPIയുടെ ഇഫ്താർ വിരുന്നിന് ഇതേ നിയമമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു വിശിഷ്ടാതിഥി.
SDP ബന്ധത്തെ ചൊല്ലി കേരളത്തിൽ പോരടിക്കുന്ന CPM കോൺഗ്രസും ഒന്നോർക്കണം. തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ SDPI കൂടി ഉൾപ്പെട്ട DMK നേതൃത്വം നൽകുന്ന സെക്കുലർ പ്രോഗ്രസീവ് അലയൻസിന്റെ ഭാഗമാണ് നിങ്ങൾ എല്ലാവരും. പശ്ചിമ ബംഗാളിൽ SDP മത്സരിക്കുന്ന ഏക മണ്ഡലമായ മുർഷിദാബാദ് ജില്ലയിലെ സാഗർദിഘിയിൽ അവിടുത്തെ ആ സ്ഥാനാർത്ഥി CPM പിന്തുണയാണ് മത്സരിക്കുന്നത്, പരസ്യമായ പിന്തുണ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ വോട്ട് വേണ്ടെന്ന് എന്തിന് പറയണമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി ചോദിച്ചത്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF വാങ്ങിയപ്പോൾ അത് വർഗീയത, നിങ്ങൾ വാങ്ങുമ്പോൾ മതനിരപേക്ഷത. CPM-കാരുടെ മതഭീകര സഖ്യം വിവാദമായപ്പോൾ SDPI ഉണ്ടായതിന്റെ ഉത്തരവാദിത്തം RSSനാണെന്ന് പറഞ്ഞ് തലയൊഴുകിയാണ് CPM നേതൃത്വം ചെയ്തത്. എന്നിട്ട് എന്തായി? നാദാപുരം മേഖലയിലെ CPM-ന്റെ മുസ്ലിം വേട്ടയ്ക്കെതിരെ മുസ്ലിം ചെറുപ്പക്കാരെ അണിനിരത്താനുണ്ടായതാണ് NDF, നാദാപുരം ഡിഫൻസ് ഫോഴ്സ്. ആ പേരിൽ SDPIയുടെ പൂർവ്വരൂപമായ NDF രൂപീകരിക്കപ്പെട്ടു. അതല്ലേ സത്യം? എന്നിട്ട് ഇതൊക്കെ മറന്നിട്ട് വീണ്ടും SDPIയുമായി പരസ്യമായ കൂട്ടുകൂടാൻ CPM തയ്യാറായെങ്കിൽ അതിൻ്റെ അർത്ഥം ഇടത് രാഷ്ട്രീയം വലത് രാഷ്ട്രീയം പോലെ തന്നെ വർഗീയ ചേരിതിരിവിലേക്ക് ആണ്ടുകൊണ്ടിരിക്കുന്ന, വർഗീയ ചേരിതിരിവെന്ന ചതുപ്പ് കൊണ്ടിലേക്ക് വലതുപക്ഷ രാഷ്ട്രീയവും ഇടതുപക്ഷ രാഷ്ട്രീയവും മുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളം പറയുന്നത്, ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു മത അധിനിവേശ രാഷ്ട്രീയത്തിനെതിരെ കേരളം വിധി എഴുതിയിരിക്കും.